നമുക്കറിയാം, പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ച സംഭവം വലിയ വിവാദമായിരുന്നു കേരളത്തിൽ. ആശാ ശരത് ആയിരുന്നു ആ സ്ത്രീ. ആശാ ശരത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24 ലഭിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സങ്കീർണതകൾ കാരണം ഹൃദയാഘാതമുണ്ടായി, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു. ഇതാണ് ആശാ ശരത്തിനെ മരണത്തിലേക്ക് നയിച്ചത്. ബന്ധുക്കളുടെയും ആരോപണം ഇതായിരുന്നു. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് 31-കാരിയായ ആശാ ശരത്ത് ശസ്ത്രക്രിയക്കിടെ മരിക്കുന്നത്. ആശാ ശരത്തിന്റെ മരണ വാർത്ത ആദ്യം പുറത്തുവിട്ടതും 24 ആയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി പുറത്തു വരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നു, അതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിന് കാരണം എന്നാണ്. പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ ആശാ ശരത്ത് മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതിനെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24 ലഭിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ശസ്ത്രക്രിയക്കിടയിൽ ധാരാളം സങ്കീർണതകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ സങ്കീർണതകൾ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചു, അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നാണ്. മനീഷ് മഹിപാൽ ആണ് ഈ വിവരം ഇപ്പോൾ നമുക്ക് തരുന്നത്. 24 ലഭിച്ചിരിക്കുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ്. നമുക്കതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് സർജിക്കൽ വൂണ്ട്സ് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ദ സ്കൾ ആൻഡ് സ്കാൽപ്പ് വെർ ഇൻടാക്ട്, ദ ബ്രെയിൻ വെയ്ഡ് 1078 ഗ്രാംസ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം പറയുകയും അതേസമയം തന്നെ ഇതിൽ ഈ ഹൃദയാഘാതം ഉണ്ടാകാൻ ഇട വന്നത് ഈ ശസ്ത്രക്രിയയിലെ സങ്കീർണതയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കണം. മനീഷ് മഹിപാൽ അല്പസമയത്തിനകം തന്നെ ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. നമുക്കറിയാം, ആശ മരിക്കുന്നത് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയ നടക്കുന്നതിനിടയിലാണ്. അതിൻ്റെ സങ്കീർണതകൾ സംബന്ധിച്ച വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നു. ആശാ ശരത്തിന്റെ മരണവാർത്ത നമ്മളെ അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ നിയോഗിച്ച കേസിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ദ ഡിസീസ്ഡ് ഡൈഡ് ഓഫ് ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ഓഫ് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ. ഈ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ്റെ കോംപ്ലിക്കേഷൻ മൂലമുണ്ടായ മരണമാണെന്ന് ക്ലിയർ കട്ടായിട്ട് നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മരണത്തിലേക്ക്, ഈ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഇവർ ഈ സംഭവം പറയുന്നതിലേക്ക് നയിച്ച കാരണമാണ് ഉണ്ടായ ഒരു കോംപ്ലിക്കേഷൻ മൂലമാണ് ഇതിനകത്ത് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയും, ഈ WC ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ മൂലമാണ് ഈ ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ WC ഹോസ്പിറ്റലിൻ്റെ ഈ ഡോക്ടറിനെ, ഈ പറയുന്ന ഈ ഗൈനക്കോളജിസ്റ്റും ഈ പറയുന്ന അനസ്തേഷ്യോളജിസ്റ്റും ഈ 2 ഡോക്ടർമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വലയം തന്നെ ഇവരൊരു ഗ്രൂപ്പ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ പൊളിച്ചടുക്കി ഇപ്പം. അപ്പോൾ അതുപോലെ തന്നെ ഈ ബോർഡ് മീറ്റിംഗ്, അതായത് മെയിനായിട്ട് ഇനിയും വരുന്ന 5 അംഗ ഡോക്ടർമാരുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഇതിലുണ്ട്. ആ 5 അംഗ ബോർഡ് മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള പല കേസുകളിലും ഇതിന് വഴിത്തിരിവിലേക്ക് നയിച്ചിട്ടുള്ള ഡോക്ടർ കൃഷ്ണൻ സാർ, ഞങ്ങൾക്ക് ഫോറൻസിക് സർജൻ, അതായത് പോലീസിൻ്റെ ഫോറൻസിക് സർജനെ നേതൃത്വത്തിൽ ഇതിൻ്റെ അടുത്ത സംഭവങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള 4 പേരെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരിതും കൂടെ നമുക്ക് തരണമെന്ന് നമ്മൾ കളക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇത് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് നേരത്തെ ഓപ്പറേഷൻ നടത്തുന്നു പറഞ്ഞ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നു. പിന്നെ ആ സമയമായപ്പോഴേക്കും ആ ഗൈനക്കോളജിസ്റ്റ് അല്ല വന്നത്, വേറെ ഡോക്ടർ ആയിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാറി, ആശ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ എന്നെ 2 ദിവസം മുമ്പ് വിളിച്ച സമയത്ത് ഈ ഒരു 18-ാം തീയതി 17-ാം തീയതി തന്നെ എന്നെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞത്, മറ്റേ അപ്പോയിൻമെൻ്റ് എടുത്തില്ലേ, അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു ആരാണ് ഡോക്ടർ എന്ന് വെച്ചാൽ പറഞ്ഞു ലേഡി ഡോക്ടറാണ്. പേര് പറഞ്ഞിട്ടില്ല, ലേഡി ഡോക്ടറാണ് പറഞ്ഞത്. ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇവർ പോകുന്നത്. പക്ഷെ പോയ അന്ന് ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്, ആ ലേഡി ഡോക്ടറല്ല. പക്ഷേ ഒരാളെ സർജറി ചെയ്തില്ല ആ ഹോസ്പിറ്റലിൽ. 5, 6, 7 പേരോ മാത്രം ഉണ്ടെങ്കിൽ സർജറി ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവർ പോയ സമയത്ത് ആശ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇല്ല. ചോദിക്കുമ്പോൾ പറയുന്നതെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഓരോ അസൗകര്യം കൊണ്ടിട്ടാണ് മറ്റുള്ളവർ വരാഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കിപ്പം തോന്നുന്നത് ഈ ഡോക്ടർ ഇല്ല, ഈ ലേഡി ഡോക്ടർ മാറിയത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഡേറ്റ് മാറ്റിയത്. പക്ഷേ അന്ന് ഇവിടെ ചെന്ന സമയത്തേക്ക് അറിഞ്ഞത്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് ഈ ഡോക്ടർ ലീവായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും ഇനി ചെയ്തത് തന്നെ. ഈ ഡോക്ടർ പിന്നെ മാറിയിട്ട് പിന്നെ ചെയ്യാൻ പോയത് അതുകൊണ്ടായിരിക്കും.
ഇല്ല, അതായത് മെഡിക്കൽ നമുക്കിപ്പോൾ മെയിനായിട്ട് എനിക്കിപ്പോൾ ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടും കളക്ടർ സാറിനോടും മാത്രമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇടപെടൽ മൂലമാണ് നമുക്ക്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇടപെടൽ മൂലമാണ് നമുക്ക് ഇതുപോലൊരു വിധി ഉണ്ടായ ഒരു കാരണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പറയുന്നത് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനായിട്ട്, അതായത് ഈ മെഡിക്കൽ കോളേജിനുള്ള ആൾക്കാരെ ഒരിക്കലും ഒരു കാരണവശാലും ഞങ്ങളത് അനുവദിക്കുന്ന സംഭവമല്ല. അതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ട് എന്ത് പോരാട്ടം, അതായത് ഈ സംഭവം ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നീതി വേണം. ഈ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു, ഇനി ഈ ജീവിതത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു നഷ്ടം ഉണ്ടാകാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പോയി. പക്ഷേ ഇനി ഒരു ബാക്കി ഇങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ, കുറേ പെൺകുട്ടികൾ ഉണ്ട്, വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവർക്കൊന്നും ഇനി ഈ ഒരു ഗതി വരാൻ പാടില്ല. കാരണം ഈ ആലപ്പുഴയിൽ ഈ ഒരു ഒറ്റൊരു ഹോസ്പിറ്റലേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇനി വെയിറ്റിങ്ങിലുണ്ട്, അറിയാവോ? ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വെച്ചിരിക്കുക 2 പിള്ളേരാണ്. ഇളയാക്ക് ആണെങ്കിൽ ചൂട് കൂടുമ്പോഴത്തേക്ക് ഒരു 6 month ഇത് വരും. അതാകുമ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഈ ഉറക്കുളച്ച് വേണം നിൽക്കാനൊക്കെ, ആ കുഞ്ഞിൻ്റെ ഒക്കെ നിൽക്കാനായിട്ട്. എന്നാലും ചോദിക്കും, ഇപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ഞാനും പിള്ളേർ, ഇനിയിപ്പോൾ ഞാൻ പോയി കഴിയുമ്പോഴത്തേക്കാണ്. എന്നാലും ചോദിക്കുക, ഞാൻ വർക്ക് ചെയ്യുന്നത് USA. അവിടെ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഇത് തന്നെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടിട്ടാണ് അടുത്തൊരു പോട്ട് കിട്ടി അവിടെ നിന്ന് ഞാൻ വരാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഈ പിള്ളേരെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോകുന്ന കാര്യം ആലോചിക്കുക. ഇപ്പം തന്നെ കൊച്ചി ഇപ്പം എൻ്റെ പുറകെ നല്ല മാറത്തില്ല അയാൾ. ത്തിന്റെ ഭർത്താവും ബന്ധുക്കളും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പം നമ്മൾ നോർമലായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം 178 പ്രകാരമാണ് ഇപ്പം നമുക്ക് നോർമലായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത്. നമ്മളിതിനകത്ത് അശ്രദ്ധ മൂലമുള്ള മരണം അതുതന്നെയാണ് നമുക്ക് ഇതിനകത്ത് വകുപ്പ് വരേണ്ടത്. ആ വകുപ്പ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കേസ് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ വന്ന ആൾക്കാർ, ഇന്നലെ MP അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെ വന്നു. അപ്പോൾ അവർ പറയുന്നത് പനിയാണ് ആരോഗ്യമന്ത്രിക്ക്, അതുകൊണ്ടാണ് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇതൊരു നീതി കിട്ടണം. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിലേക്ക് വരണം, നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണം എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഉണ്ട്. ഞങ്ങൾ ഇത് ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്ത കേസാണ്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല. നമ്മളോട് ഒരു എൻക്വയറി നടത്താൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും വന്നിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് അന്വേഷിക്കാനായിട്ട് നമ്മളൊക്കെ ഇതുമായിട്ട് വരും വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. നേരത്തെ ചികിത്സാ പിഴവ് മൂലമാണ് ആശാ ശരത്തിന്റെ മരണം സംഭവിച്ചത് എന്ന ആക്ഷേപവും ആരോപണമായിരുന്നു ബന്ധുക്കൾക്കുള്ളത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് പോസ്റ്റ്മോർട്ടം കടന്നിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ദ ഡിസീസ്ഡ് ഡൈഡ് ഓഫ് ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ ഓഫ് ലാപ്രാസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ. അതായത് ഇത് ഈ ശസ്ത്രക്രിയയുടെ സങ്കീർണതകളിൽപ്പെട്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് കാർഡിയാക് അറസ്റ്റും ആൻഡ് സബ്സിക്വന്റ് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷനും ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. അതാണ് ആശാ ശരത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24 ലഭിച്ചു. അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ആശയുടെ ഭർത്താവും ബന്ധുക്കളും മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടത്. ഇനി നമുക്ക് മനീഷ് മഹിപാലിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. മനീഷ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആശാ ശരത്തിന്റെ മരണകാരണമായി പറയുന്നത് ശസ്ത്രക്രിയയിലെ സങ്കീർണതകൾ എന്നാണല്ലോ. അതിനെ തുടർന്ന് ഹൃദയാഘാതവും പിന്നീട് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ബന്ധുക്കൾ, പ്രത്യേകിച്ച് ആശായുടെ ഭർത്താവ് എന്താണ് പറഞ്ഞത്?
ഗോപികൃഷ്ണൻ, അതായത് ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പോസ്റ്റ്മോർട്ടത്തിൽ സങ്കീർണതകൾ ഉണ്ടായി, സർജറിക്കിടെ സങ്കീർണതകൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ സങ്കീർണതകളാണ് പിന്നീട് ഹൃദയാഘാതം, ഒപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുക അടക്കമുള്ള കാര്യങ്ങൾ. നിരവധി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. തലച്ചോറിൽ നീർക്കെട്ടുണ്ടായി, ഹൃദയാഘാതമുണ്ട്. ഇതിലേക്കൊക്കെ വഴി വെച്ചത് ഈ ഇത്തരത്തിൽ സർജറിക്കിടെ ഉണ്ടായ സങ്കീർണതകളാണ്. പക്ഷേ ആ സമയത്ത്, അതായത് ഡിസംബർ 25-നാണ് ആദ്യം ഓപ്പറേഷൻ സർജറി, ഈ താക്കോൽ ദ്വാര സർജറി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആ തീയതി മാറ്റി. ഈ 2 തവണയും സർജറിക്ക് വിധേയമായ സമയത്തും എല്ലാ തരത്തിലുള്ള ടെസ്റ്റും, അതായത് ഈ സർജറിക്ക് മറ്റ് സങ്കീർണതകൾ ഒഴിവാക്കാൻ, കാരണം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വലിയ സങ്കീർണതകളില്ലാത്ത ഒരു സാധാരണ എപ്പോഴും ചെയ്യുന്ന ഒരു മൈനർ ഓപ്പറേഷനാണ്. സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത്തരം ടെസ്റ്റുകളൊക്കെ തന്നെ നടത്തുക. അങ്ങനെ 2 വട്ടവും ആശാ ശരത്ത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയതാണ്. ആ നടത്തിയതിനു ശേഷമാണ് നിലവിൽ സർജറിക്ക് വേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും ആശയെ ചികിത്സിച്ചിരുന്ന, സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന, ആശ കൺസൾട്ട് ചെയ്തിരുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. മറ്റൊരു പുരുഷ ഡോക്ടറായിരുന്നു ആശയുടെ ആ സർജറിക്ക് നേതൃത്വം നൽകിയത്. ആ സമയത്താണ് സർജറിക്കിടെ സങ്കീർണത ഉണ്ടായി. ഒപ്പം തന്നെ ബന്ധുക്കൾ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ആ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, കാരണം അത് ആശയുടെ മരണത്തിലേക്ക് നയിച്ചതിൽ ഈ ആശുപത്രിയിൽ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിൽ വലിയ കാലതാമസം നേരിട്ടു. ആ സമയത്ത് ആശയ്ക്ക് അസ്വസ്ഥത ഉണ്ടായ സമയത്ത്, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ മറ്റൊരു പ്രഥമ ചികിത്സ നൽകുന്നതിന്, വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ 1 മണിക്കൂറിലധികം സമയം ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ ചിലവിട്ടു. വനിതാ ശിശു ആശുപത്രിയിലാണ് ഈ ഓപ്പറേഷൻ നടന്നത്, ഈ സർജറി നടന്നത്. അവിടുത്തെ ഡോക്ടർമാരുടെ വലിയ വീഴ്ച തന്നെയാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ ഇത്തരത്തിൽ ഹൃദയാഘാതവും തലച്ചോറിൽ നീർക്കെട്ടും ആന്തരിക അവയവങ്ങളിലടക്കം അതിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വന്നത് ഈ സർജറിയിലെ സങ്കീർണതയാണ്. അതിനെ നമുക്ക് ചികിത്സാ പിഴവ് എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കേണ്ടത് ഡോക്ടർമാർ തന്നെയാണ്, അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് പനിയാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇവർക്ക് ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇടപെടുമായിരിക്കും. ഇത് സംബന്ധിച്ച് ഇനി ഡോക്ടർമാർ അന്വേഷിക്കണം. ഡോക്ടർമാരുടെ പ്രത്യേക മെഡിക്കൽ ടീം രൂപീകരിച്ച ശേഷം ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്, ഈ സങ്കീർണതകൾ ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പാകപ്പിഴവുകൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ഈ ബന്ധുക്കൾക്കുള്ളത്. എന്താണെങ്കിലും ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് 24 ആണ്. ആശ മരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ടാണ്. അന്ന് തന്നെ ഈ വാർത്ത ആദ്യം പുറത്തേക്ക് വിടുന്നത് 24-ലൂടെയാണ്. ആ ഒരു വിഷയത്തിലാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വലിയ പിഴവുണ്ടെന്ന രീതിയിൽ തന്നെ സങ്കീർണതകൾ ഓപ്പറേഷൻ ഉണ്ടായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഗോപി, ശരി. ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ മരിച്ച ആശാ ശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായെന്നും തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 31-കാരിയായ ആശാ ശരത്ത് മരിച്ചത്. ബന്ധുക്കൾ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. അവരുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നമ്മളോട് പറയുന്നത്. മനീഷ് മഹിപാൽ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ബന്ധുക്കൾ, ആശയുടെ ഭർത്താവും ബന്ധുക്കളും ഇപ്പോൾ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും നീതി ഉറപ്പാക്കണം തങ്ങൾക്കെന്നുമുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വിഷയം സംബന്ധിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ, ആരോഗ്യമന്ത്രിക്ക് ഇപ്പോൾ പനിയായതുകൊണ്ടാണ്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പ് അവർക്ക് ലഭിച്ചു എന്നും മാധ്യമങ്ങളോട് അവർ വിശദീകരിച്ചിട്ടുണ്ട്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.